ഹലോ ഹായ്, ഇന്ന് ഓഗസ്റ്റ് 18 നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ കേരളത്തിൻ്റെ വ്യാപാര ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി വന്നിരിക്കുകയാണ്. അപ്പം എക്സിം സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പം എക്സിം എന്താണെന്ന് ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു പലർക്കും. അപ്പം എന്താണ് എക്സിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. എക്സ് ഫോർ എക്സ്പോർട്ട്, ഇം ഫോർ ഇമ്പോർട്ട്. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, അപ്പോൾ ഇത്രയും കാലം വിഴിഞ്ഞത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടന്നിട്ടില്ല എന്നുള്ളത്. ഇത്രയും കാലം വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിരുന്നു. അതായത് മറ്റു വലിയ കപ്പലുകളിൽ നിന്നും കാർഗോ കൊണ്ടുവന്നിട്ട് ആ കണ്ടെയ്നേഴ്സിനെ ചെറിയ ഷിപ്പുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇന്ത്യയുടെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തുറമുഖമായിട്ടായിരുന്നു ഇത്രയും കാലം വിഴിഞ്ഞുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എക്സിം കൂടി അപ്ലിക്കബിൾ ആയതോട് കൂടിയിട്ട് ഇനി വിഴിഞ്ഞം തുറമുഖം ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ട്രേഡിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇപ്പം കേരളം ഇത്രയും കാലം നമ്മളിപ്പോൾ ഒരു മെയിൻ ട്രാൻസ്പോർട്ടേഷൻ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ, കൊളംബോ പോലുള്ള അത് മറ്റ് ഹബ്ബുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ വിഴിഞ്ഞത്തിന് നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക്, അതായത് ഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ നിന്നും കണ്ടെയ്നേഴ്സ് ഇന്ത്യയുടെ പുറത്തേക്കും എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റം ഫോർമാലിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ട്രാൻസ്ഷിപ്മെൻറ്റ്സ്, എല്ലാ സംഭവങ്ങളുമാണ് ഇപ്പം വിഴിഞ്ഞത്തിന് കിട്ടിയിരിക്കുന്നത്. അതോടുകൂടി നമ്മുടെ കേരളം ഇനി ലോക മാപ്പുകളിൽ, ഇൻ്റർനാഷണൽ ട്രേഡിംഗ് മാപ്പുകളിൽ വിഴിഞ്ഞം കൂടി വരാൻ പോവുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള എക്സ്പോർട്ടേഴ്സിനും കേരളത്തിലേക്കുള്ള ഇമ്പോർട്ടേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. കാരണം ലോജിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റു കൺട്രിയുടെ കണക്ട് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി നമുക്ക് എന്തുകൊണ്ടുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ നേരിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും എവിടേക്ക് വേണമെങ്കിലും അവിടേക്ക് കാർഗോ കയറ്റിവിടാം. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നമുക്ക് കാർഗോനെ ഡയറക്റ്റ് ആയിട്ട് ഇറക്കാനും പറ്റും.